ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കരിക്ക് ദോശയാണ്. അപ്പം അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 കരിക്കിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരയ്ക്കാനായിട്ട് കരിക്കും വെള്ളമാണ് എടുക്കുന്നത്. കുതിർത്തെടുത്ത പച്ചരി പകുതി ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കരിക്കിൻ്റെ കാമ്പ് അതും പകുതി ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വറ്റൽമുളകാണ്. അപ്പം അതും കൂടി ഇട്ട് പിന്നെ അരയ്ക്കാൻ ആവശ്യമുള്ള കരിക്കും വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരി കുതിർത്തതും 2 കരിക്കിൻ്റെ കാമ്പും പിന്നെ അരയ്ക്കാൻ ആവശ്യമുള്ള കരിക്കും വെള്ളവും ഒരു വറ്റൽമുളകും ഇത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കുക. നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന സമയം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് എടുക്കുന്നത് എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്, 3 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ഇതള് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് കളറൊന്ന് മാറണ വരെ ഒന്ന് വറുത്തെടുക്കാം. ചെറുതായി ഒന്ന് കളർ മാറുമ്പോഴേക്കും നമ്മൾ ഫ്ലെയിം ഓഫാക്കി ചൂടാറുമ്പോൾ അത് അരച്ചെടുക്കാട്ടോ. ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളി കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്, കോൽപ്പുളി. എന്നിട്ട് വീണ്ടും ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ നാളികേരമൊക്കെ ഏകദേശം അതിൻ്റെ ചെറുതായി ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും മതി, വല്ലാണ്ട് കളർ മാറൊന്നും വേണ്ട. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഫ്ലെയിം ഓഫാക്കി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ നാളികേരമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വറുത്തെടുത്ത നാളികേരം, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി ഇത്രയാണ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കളറിനായിട്ട് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചട്നിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കുക. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള കടുകും പിന്നെ ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും ഉഴുന്നും കൂടി അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉഴുന്നും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നമുക്കിത് താളിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചട്നിയൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ദോശക്കല്ല് വെച്ച്
ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ തവി മാവ് ഒഴിച്ചൊന്ന് പരത്തി കൊടുക്കുക. അപ്പം ഇതിലേക്ക് ഇഷ്ടമുള്ളവർക്ക് എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാട്ടോ. ഞാനിതൊന്നും ഒഴിക്കണില്ല. ഈ കരിക്ക് ദോശ എണ്ണയും നെയ്യൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് മേൽഭാഗമൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അതേ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചുട്ടെടുക്കാം. ഇങ്ങനത്തെ കല്ലാവുമ്പോൾ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ നല്ല ചൂടാവുമ്പോൾ കുറച്ച് വെള്ളം തെളിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് കട്ടയാവും അത്. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്ക് ദോശയും നാളികേര ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.